الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും വ്യത്യസ്ത രീതിയിലുള്ള ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പ്രാധാന്യങ്ങളും പഠിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ ദീർഘനാളത്തെ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഉത്തരമായിട്ടാണ് യഹ്യ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനനമുണ്ടാകുന്നത്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മിഹ്റാബിൽ നമസ്കാരത്തിലായിക്കൊണ്ടിരിക്കെ സക്കരിയ അലൈഹിസ്സലാമയോട് മലക്കുകൾ വിളിച്ചു പറഞ്ഞു, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു താങ്കൾക്ക് യഹ്യയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കും. ഒരു കുഞ്ഞിനെ കുറിച്ച് എന്നല്ല, പേരടക്കം യഹ്യ അലൈഹിസ്സലാമിന് യഹ്യ എന്ന നാമകരണം പേരിടുന്നത് അള്ളയാണ്, പടച്ചോനാണ്. അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു താങ്കൾക്ക് യഹ്യ അലൈഹിസ്സലാമയെ കുറിച്ച്, യഹ്യയെ കുറിച്ച് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു വചനത്തിന്റെ സാക്ഷാത്കാരം എന്നുള്ള രീതിയിൽ, വസയ്യിദൻ നേതാവായി, വഹസൂറൻ സൂക്ഷ്മത പാലിക്കുന്ന ആളായി, വനബിയ്യം മിനസ് സ്വാലിഹീൻ പ്രവാചകന്മാരിൽ നിന്നുള്ള ഒരു സദ്വൃത്തനായ പ്രവാചകനായി യഹ്യയെക്കുറിച്ച് താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കും. സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ മകനായിട്ടാണ് യഹ്യ അലൈഹി ഇസ്ലാം. ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രവാചകനാണ് എന്ന സന്തോഷവാർത്ത ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത ഉണ്ടാകുന്നു. ഇതൊക്കെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ രീതിയിലാണ് അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായത്. എന്നുവെച്ചാല് സക്കരിയ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വാർദ്ധക്യത്തിലെത്തി, എന്റെ തല വെളുത്തു കത്തി എന്നാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ പ്രയോഗം. എന്റെ തല നരച്ച് കത്തിത്തിളങ്ങുന്ന ഒരവസ്ഥയിലാണുള്ളത്. വകാനത്തിംറഅതി ആഖിറ, എന്റെ ഭാര്യ വന്ധ്യയാണ്, പ്രസവിക്കാത്തൊരു സ്ത്രീയാണ്. പക്ഷേ എന്റെ അനന്തരാവകാശികളെ കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു, അള്ളാഹു എനിക്ക് അനുഗ്രഹം നൽകണേ എന്നാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അള്ളാഹു ഒരുപാട് വാർദ്ധക്യത്തിലെത്തിയ പ്രസവിക്കാത്ത സ്ത്രീയാണ് തന്റെ ഭാര്യ എന്ന്
സക്കരിയ നബി അലൈഹിസ്സലാം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഭാര്യയിൽ യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ അള്ളാഹു നൽകുകയാണ്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് വിവരവും വിജ്ഞാനവും പ്രവാചകത്വവും നൽകി എന്നുള്ള രീതിയിലാണ് നമുക്കിതിന്റെയൊക്കെ തഫ്സീറുകളിൽ വായിക്കാൻ കഴിയുക. യഹ്യ നബി അലൈഹിസ്സലാം അദ്ദേഹം വളർന്നു വലുതായപ്പോ, പ്രവാചകനായപ്പോ അള്ളാഹു അദ്ദേഹത്തോട് ഒരു 5 കാര്യങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. യഹ്യ നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു കൽപ്പിച്ച 5 കാര്യങ്ങൾ, അത് നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം കുറച്ച് സാവകാശമെടുത്തപ്പോ, ഒരല്പം വൈകിയപ്പോ, ഈസാ അലൈഹിസ്സലാം സമകാലീനരായ പ്രവാചകരാണ്. ഈസാ അലൈഹിസ്സലാം യഹ്യ നബി അലൈഹി ഇസ്ലാമയോട് പറയുകയാണ്, അള്ളാഹു താങ്കളോട് 5 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ 5 കാര്യങ്ങൾ ജനങ്ങളെ വിളിച്ചു കൂട്ടി അറിയിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അപ്പൊ അത് താങ്കൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഞാനത് നിർവഹിക്കുകയാണ് എന്ന് പറയും. അനിൽ ഹാരിസിൽ അശ്അരി അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം, പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ കിട്ടി. അള്ളാഹുവിന്റെ റസൂൽ വഹീയിലൂടെ കിട്ടിയ വിവരം നമുക്ക് പറഞ്ഞു തരുന്നതാണത്. കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, യഹ്യ നബി അലൈഹി ഇസ്ലാമയിലൂടെയാണ് ഈ കാര്യം ജനങ്ങളോട് കൽപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഈസാ അലൈഹി ഇസ്ലാം അതിന് കൂട്ടത്തിൽ പങ്കാളിയാണ്. മൂന്നാമത്തത്, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ് ഈ 5 കാര്യങ്ങൾ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി. പള്ളിയിൽ മുഴുവൻ ആളുകൾ നിറഞ്ഞു എന്നാണ് ചരിത്രത്തിലുള്ളത്. ബൈത്തുൽ മുഖദ്ദസിൽ അന്ന് ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടിയിട്ടാണ് സക്കരിയ അലൈഹി ഇസ്ലാം ഇത് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായി എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹീ നൽകുകയാണ്. വഹീയിലൂടെ തനിക്ക് കിട്ടിയ വിവരമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പങ്കുവെക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് യഹ്യ അലൈഹി ഇസ്ലാമക്ക് കിട്ടിയ അതിമഹത്തായ 5 കൽപ്പനകൾ. അതാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ മകനായ യഹ്യ അലൈഹി ഇസ്ലാമയോട് ഈസാ അലൈഹി ഇസ്ലാം ജനങ്ങളെ വിളിച്ച് കൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇന്നല്ലാഹ അമറ യഹ്യ ഇബ്നു സക്കരിയ, സക്കരിയ അലൈഹി ഇസ്ലാമയുടെ മകൻ യഹ്യ അലൈഹി ഇസ്ലാമയോട് അല്ലാഹു ബിഖംസി കലിമാത്തിൻ 5 കാര്യങ്ങൾ കൽപ്പിക്കുകയുണ്ടായി. അയ്യഅമല ബിഹാ, ഒന്ന്, അത് അദ്ദേഹം നടപ്പിലാക്കാൻ. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? യഹ്യ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കണം. വയഉമുറ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിനെ വിളിച്ചുകൂട്ടി അവരോട് അയ്യഅമലു ബിഹാ, അത് നടപ്പിലാക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കുകയും വേണം. വഇന്നഹു കാദ അൻ യുബ്തിയ ബിഹാ ഫഖാല ഈസാ, അതിന് അദ്ദേഹം സാവകാശം എടുത്തപ്പോ, സമയെടുത്തപ്പോ, കുറച്ച് നീണ്ടുപോയപ്പോ ഈസാ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ അമറക ബിഖംസി കലിമാത്ത്, അള്ളാഹു താങ്കളോട് 5 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ലിതഅമല ബിഹാ, താങ്കൾ അത് ചെയ്യാനും, വതഉമുറ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിനോട് ഇത് വിളിച്ച് കൽപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയ്യഅമലു ബിഹാ ഫഇമ്മാ ഇൻ തഅമുറുഹും, താങ്കൾ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആളുകളെ വിളിച്ചുകൂട്ടി കൽപ്പനകൾ കൊടുക്കുക. അതല്ലെങ്കിൽ അനാമുറുഹും, ഞാൻ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് യഹ്യാക്ക് അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ 5 കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ജനങ്ങളോട് പറയാൻ പോവുകയാണ് എന്ന് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു. ഫഖാല യഹ്യ നബി അലൈഹി ഇസ്ലാം ഈസാ അലൈഹി ഇസ്ലാമയോട് പറഞ്ഞു, അഖ്ശാ ഇൻ സബഖ്തനി ബിഹാ അൻ യുഖ്സഫ ബി, എന്നോട് കൽപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ ചെയ്താൽ ഞാൻ ഭൂമിയിൽ ആഴ്ത്തപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഔ ഉഅദ്ദബ, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫജമഅ അന്നാസ, അങ്ങനെ അദ്ദേഹം ജനങ്ങളെ വിളിച്ചുകൂട്ടി. ഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൽ യഹ്യ അലൈഹി ഇസ്ലാം ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി. ഫംതലൽ മസ്ജിദ്, പള്ളി മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞു. വഖഅദു അല ശർഫ്, ഉയരമുള്ളൊരു ഭാഗത്ത് അവർ രണ്ടുപേരും ഇരുന്നു. എന്നിട്ട് യഹ്യ അലൈഹി ഇസ്ലാം ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങളോട് പറയാണ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ അമറനി ബിഖംസി കലിമാത്തിൻ, 5 കാര്യങ്ങൾ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അൻ അഅമല ബിഹിന്ന വആമുറുക്കും അൻ തഅമലൂ ബിഹിന്ന, അത് എന്നോട് ചെയ്യാനും നിങ്ങളോട് നിർവഹിക്കാനും, 2 കൂട്ടരോട് ഇത് നിർവഹിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അവ്വലുഹുന്ന, അതിലൊന്നാമത്തത്, അൻ തഅബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ്. ഈ 5 കാര്യങ്ങളെക്കുറിച്ചും
സത്യത്തിൽ നമുക്കറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്ത് പഠിപ്പിക്കപ്പെടാത്ത പുതിയ കാര്യങ്ങളൊന്നും ഈ 5 എണ്ണത്തിലില്ല. നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള എന്താ വെച്ചാൽ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരിലൂടെ വളരെ പ്രാധാന്യത്തോടെ വളരെ ഗൗരവത്തോടുകൂടെ അതാത് ജനതകളിലേക്ക് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മിലേക്കും അല്ലാഹു പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ഈ വിഷയങ്ങളുടെ ഗൗരവവും പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹത്വവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന? അൻ തഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞു, വ ഇന്ന മസല മൻ അശ്റക ബില്ലാഹി. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം കമസലി റജുലിൻ, ഒരു മനുഷ്യൻ ഇഷ്തറ അബ്ദൻ, ഒരടിമയെ വാങ്ങി, മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ വറക്കിൻ, അയാളുടെ കയ്യിൽ നിന്നുള്ള അയാളുടെ സ്വന്തം പണം മാത്രം എടുത്ത് ചെലവാക്കിയിട്ട്, സ്വർണ്ണം ഉപയോഗിച്ചോ വെള്ളി ഉപയോഗിച്ചൊക്കെ അയാളുടെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ട് ഒരാൾ ഒരു അടിമയെ വാങ്ങി. എന്നിട്ട് ഫഖാല, ആ മനുഷ്യൻ വാങ്ങിയ ആൾ അടിമയോട് പറഞ്ഞു, ഹാദിഹി ദാരി, ഇതാണ് എന്റെ വീട്, വഹാദ അമലി, ഇതാണ് എനിക്ക് ചെയ്തു തരാനുള്ള പണികൾ, ഇതാണ്. ഫഅമൽ വഅദ്ദി ഇലയ്യ, നിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നീ നിർവഹിക്കണം, ഇന്നിന്ന ജോലിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അയാളെ ഏൽപ്പിച്ചു, അടിമയെ ഏൽപ്പിച്ചു. ഫകാന യഅമലു വയുഅദ്ദി, അയാൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഇലാ ഗൈരി സയ്യിദിഹി, പണം കൊടുത്തു വാങ്ങിയ യജമാനു വേണ്ടിയിട്ടല്ല, വേറെ ആൾക്ക് വേണ്ടി. ഈ അടിമ പണിയൊക്കെ എടുക്കുന്നുണ്ട്, ജോലി കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇലാ ഗൈരി സയ്യിദിഹി, പണം കൊടുത്ത് സ്വർണം കൊടുത്ത് വെള്ളി കൊടുത്ത് അടിമയെ വാങ്ങിയ യജമാനന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്യുന്നത്. ഫഅയ്യുകും യർളാ അൻ യകൂന അബ്ദുഹു കദാലിക്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് തന്റെ അടിമ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഇഷ്ടമുണ്ടാവുക, തൃപ്തി ഉണ്ടാവുക? ഇതാണ് യഹ്യ നബി അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. വളരെ ലളിതമായ ഒരു ഉദാഹരണവും വളരെ ലളിതമായ രീതിയിലുമാണ് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം യഹ്യ അലൈഹി ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടുന്ന ഇബാദത്ത്, ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നത്, നമ്മൾ ഒരാളെ കൂലിക്ക് വെച്ചിട്ട് ശമ്പളവും കൂലിയൊക്കെ നമ്മൾ കൊടുക്കുക, പണി വേറൊരാൾക്ക് അയാൾ ചെയ്തു കൊടുക്കുക എന്നതുപോലെയാണ്. എല്ലാം പടച്ചോൻ തരിക. അന്നം തരുന്നത് ആരാ? അള്ളയാണെന്ന് പറയാ. വെള്ളം തരുന്നത് ആരാണ്? വായു തരുന്നത് ആരാണ്? ജീവൻ തന്നത് ആരാണ്? രോഗം മാറ്റുന്നത് ആരാണ്? ഇതൊക്കെ അള്ളയാണ്, അള്ളയാണ്, അള്ളയാണ് എന്ന് പറയാം. എന്നിട്ട് ഒരു പ്രയാസം വരുമ്പോ മമ്പറത്ത് തങ്ങളെ എന്ന് വിളിക്കുക, ബദരീങ്ങളെ എന്ന് വിളിക്കുക, മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിക്കുക. മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്ന നന്ദികേട് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് യഹ്യ അലൈഹിസ്സലാം തന്റെ കാലഘട്ടത്തിലെ ജനങ്ങളോട് വിളിച്ചോർമ്മപ്പെടുത്തുകയാണ്. ഇത് നന്ദികേടാണ്. നിങ്ങളുടെ യജമാനൻ അള്ളയാണ്, നിങ്ങൾക്കെല്ലാം തരുന്നത് അള്ളയാണ്, അനുഗ്രഹങ്ങളുടെ ദാതാവ് പടച്ചോനാണ്. അതുകൊണ്ട് രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറയുന്നതും ഇബാദത്ത് ചെയ്യുന്നതും പ്രാർത്ഥന നൽകുന്നതും അള്ളാഹുവിനോട് മാത്രമാകണം എന്ന മർമ്മമാണ് എല്ലാ പ്രവാചകന്മാരും. ഇത് യഹ്യ അലൈഹി ഇസ്ലാം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, ഇത് പറയാനാണ് നബിമാരൊക്കെ വന്നത്. ജാറം വ്യാപകമാകുമ്പോ മമ്പർത്ത തങ്ങളെന്ന് വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോ അത് ദീനാണ്, അതത്ര വലിയ കുഴപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് കരുതുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകരുത്. സമുദായത്തിലെ വലിയ വലിയ ഷെയ്ഖന്മാരൊക്കെ വലിയ വലിയ ആളുകളായി സമുദായം കണക്കാക്കുന്നവരൊക്കെ ജാറത്ത് പോകുന്നവരും ദർഗയിൽ പോകുന്നവരും മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവരും മമ്പർത്ത തങ്ങളെന്ന് വിളിക്കുന്നവരും ബദരീങ്ങളെന്ന് വിളിക്കുന്നവരും ആണ് എന്നതുകൊണ്ട് ആ തെറ്റിന്റെ കുറ്റത്തിന്റെ ഗൗരവം കുറഞ്ഞു പോകരുത്. യഹ്യ അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം മുതൽ മൂസ അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ, യജമാനൻ അല്ലാഹുവാണ്, പ്രാർത്ഥിക്കുന്നത് അവനോട് മാത്രം മതി എന്ന് പറയാനാണ് ലോകത്ത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം, വഇന്നല്ലാഹ അമറക്കും ബിസ്സലാ,
യഹ്യാ നബി അലൈഹി സ്വലാം പറയാണ്, വ ഇന്നല്ലാഹ അമറക്കും ബിസ്സലാ, അള്ളാഹു നിങ്ങളോട് നമസ്കാരത്തെ പറ്റി കൽപ്പിക്കുന്നു. യഹ്യാ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരോട് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് കൽപ്പിക്കുകയാണ്. വ ഇന്നല്ലാഹ അമറക്കും ബിസ്സലാ, അള്ളാഹു നിങ്ങളോട് നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുന്നു. ഫഇദാ സ്വല്ലൈതും, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് ഫലാ തൽതഫിതു, നിങ്ങളുടെ മുഖം തിരിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ സുജൂദിലേക്ക് നോക്കിയാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ ദൃഷ്ടി ഉണ്ടാകേണ്ടത് സുജൂദിലേക്കാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തേക്ക് നോക്കി നിന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അത് നിങ്ങൾ മുഖം തിരിച്ചു കളയരുത്. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് മുഖാമുഖം നിൽക്കും. അള്ളാഹു നമ്മളെ നോക്കും. സുജൂദിൽ നിന്ന് സുജൂദിലേക്ക് നോക്കി തന്റെ സാഷ്ടാംഗം ചെയ്യുന്ന സ്ഥാനത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരടിമയുടെ അഭിമുഖമായി അള്ളാഹു വരും. നമസ്കരിക്കുന്ന സമയത്ത് ഒരടിമയുടെ മുമ്പിൽ വരും. മാലം എൽതഫിത്, തന്റെ ദൃഷ്ടി അവിടെ നിന്ന് തിരിക്കാത്തിടത്തോളം നമ്മൾ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ അള്ളണ്ട്. അള്ള നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കാരത്തിലായിരിക്കും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് യഹ്യാ അലൈഹിസ്സലാം പറഞ്ഞു എന്നാണ്. അപ്പൊ നമസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുന്നു. നമസ്കാരത്തിൽ സൂക്ഷ്മതയോടെ നിങ്ങൾ നിൽക്കണം. ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. നമ്മുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എന്തെങ്കിലും ആലോചിച്ചു, എന്തെങ്കിലും കരുതിയും എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയും നിർവഹിക്കപ്പെടേണ്ടുന്ന കർമ്മമല്ല നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ സുജൂദിന്റെ ഭാഗത്തേക്കാക്കി തന്നെ നിങ്ങൾ നിൽക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്യാ അലൈഹിസ്സലാം പറഞ്ഞത് അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലുല്ലാഹു അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി, അള്ളാഹു നമസ്കാരത്തിലായിരിക്കെ അടിമക്ക് അഭിമുഖമായി വരും. പടച്ചോ നമ്മുടെ മുമ്പിൽ നിസ്കരിക്കുന്ന ഒരുത്തന്റെ മുമ്പിൽ അള്ളാഹു അവന്റെ അഭിമുഖമായിട്ടുണ്ടാവും. മാലം എൽതഫിത്, അയാള് തിരിയുന്നിടത്തോളം, തിരിയാത്തിടത്തോളം. തിരിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. ഫഇദാ സറഫ വജ്ഹുഹു, മുഖം തിരിച്ചു കളഞ്ഞാൽ ഇൻസറഫ അൻഹു, അള്ളാഹു തിരിഞ്ഞു പോകും. നമ്മൾ ഒരേ നിപ്പിൽ ഒരേ ദിശയിലേക്ക് സൂക്ഷ്മതയോടുകൂടെ സുജൂദിലേക്ക് തന്നെ നോട്ടയച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമസ്കാരത്തിൽ മുഴുവനായി നമുക്ക് അഭിമുഖമായി അള്ളാഹു ഉണ്ടാകും എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാം അബൂദാവൂദിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറയുന്ന ഹദീസിൽ കാണാം, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു, അൻ ഇൽതിഫാതി ഫിസ്സലാ, നമസ്കാരത്തിൽ ഇങ്ങനെ തെറ്റുന്നതിനെ കുറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കുന്നതിനെ കുറിച്ച്, തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചു. ഹുവ ഇഖ്തിലാസുൻ, അത് പിശാച് തെറ്റിക്കുന്നതാണ്. റസൂൽ പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താൻ, പിശാചാണ് നമ്മളെ ശ്രദ്ധ തെറ്റിക്കുന്നത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അങ്ങോട്ട് നോക്കാനും ഇങ്ങോട്ട് നോക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ദൃഷ്ടി ഉയർത്തുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിപ്പിക്കുന്നത് പിശാചാണ്. മിൻ സ്വലാത്തിൽ അബ്ദി, ഒരടിമയെ തന്റെ നമസ്കാരത്തിൽ നിന്ന് അങ്ങനെ തെറ്റിക്കുന്നത് പിശാചാണ്, ശൈത്താനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കാലാകാലങ്ങളിലുള്ള പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട കർമ്മമാണ്. അതിന്റെ ഇബാദത്തിന്റെ നമസ്കാരത്തിന്റെ നിർവഹണ രൂപങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ എല്ലാ കാലത്തും നമസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ നിർവഹിച്ചതുപോലെ തന്നെയാണ് എന്ന രീതിയിലല്ല. പക്ഷെ എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികൾക്ക് നമസ്കാരങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു. വിശ്വാസം കഴിഞ്ഞാൽ, ഈമാൻ കഴിഞ്ഞാൽ, അഖീദ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് നമസ്കാരത്തിനാണ്. അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഹ്യ തന്റെ ജനതയോട് പറഞ്ഞു, വഅമുറുക്കും ബിസ്സിയാം, ഞാൻ നിങ്ങളോട് നോമ്പിനെ പറ്റി കൽപ്പിക്കുന്നു. ഫഇന്ന മസല കദാലിക കമസലി റജുലിൻ ഫീ ഇസ്വാബത്തിൻ മഅഹു സുറത്തുൻ, ഒരു കൂട്ടം ആളുകളോടൊപ്പം കസ്തൂരി ചുവന്നു പോകുന്ന ഒരുത്തനെ പോലെയാണ് നോമ്പുകാരന്റെ ഉപമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നോമ്പുകാരന്റെ വായിലെ ഗന്ധം കസ്തൂരിയെ പോലെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഇൻദല്ലാ, റബ്ബിന്റെ അടുക്കൽ ആ രൂപത്തിലാണത് പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. യഹ്യ അലൈഹിസ്സലാം ഇവിടെ പറയുന്നത്, ഒരു സംഘത്തിൽ ഒരാൾ നോമ്പുകാരനാണെങ്കിൽ ഒരു കൂട്ടം ആളുകളോടൊപ്പം കസ്തൂരി ചുമന്നുള്ളവന്റെ ഹുമ എന്ന് യഹ്യ അലൈഹിസ്സലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫകുല്ലുഹും യഅജബു ഔ യുഅജിബുഹു ദീഹുഹ, തീർച്ചയായും എല്ലാവരെയും അത് അത്ഭുതപ്പെടുത്തും. ഇത്ര സുഗന്ധമുള്ള കസ്തൂരിയോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന കസ്തൂരിയുമായി നടക്കുന്നത് പോലെ. വഇന്ന റീഹ സ്വായിം, നോമ്പുകാരന്റെ വാസന അത്യബ് ഇൻദല്ലാഹ്, വളരെ മികച്ചതാണ് അള്ളാഹുവിന്റെ അടുക്കൽ, മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ മികച്ചതാണ് ഒരു നോമ്പുകാരന്റെ വാസന എന്ന് യഹ്യ അലൈഹിസ്സലാം പഠിപ്പിച്ചതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യവും വലിയ മഹത്വവും വലിയ ശ്രേഷ്ഠതയും പരിഗണനയുമുള്ളതാണ് നമ്മുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരത്തെ പോലെ തന്നെ നോമ്പും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. നാലാമതായി യഹ്യ അലൈഹിസ്സലാം പറഞ്ഞു, വആമുറുക്കും ബിസ്സദഖ, ഞാൻ നിങ്ങളോട് സ്വതക്കയെ കുറിച്ച് കൽപ്പിക്കുന്നു. ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ അസറഹുൽ അദുവു ഫഔസഖു യദഹു ഇലാ ഉനഖിഹി, ഒരടിമയെ, ഒരാളെ ശത്രുക്കൾ പിടിച്ച് ബന്ധനസ്ഥനാക്കിയിട്ട് അയാളുടെ കൈകളൊക്കെ പിരടിയിലേക്ക് കെട്ടിയിട്ടതുപോലെയാണ് സ്വതക്ക ചെയ്യുന്ന ഒരാളുടെ ഉപമ. അയാൾ സ്വതക്ക ചെയ്യുന്തോറും, ദാനധർമ്മങ്ങൾ ചെയ്യുന്തോറും ശത്രുക്കളിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു എന്നതുപോലെയാണ് സ്വതക്ക. നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിക്കുകയുണ്ടായി. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ കടം കൊടുക്കുക. യുളാഇഫുഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു അത് ഇരട്ടിപ്പിച്ചു തരും. പണം ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ, ആളുകൾ എത്ര അബദ്ധം പറ്റിയാലും പലതിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. പല കഥകളും നമ്മളിങ്ങനെ കേൾക്കും. ഒരു ചതി പറ്റി, ഒരബദ്ധം പറ്റി, ഒരപകടത്തിൽപ്പെട്ടു, നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഏതോ ഒന്നിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, ആളുകൾക്കൊക്കെ പണം നഷ്ടപ്പെട്ടു. സമാനമായ രീതിയിൽ വേറൊരാൾ വന്നാല് അപ്പൊ അവിടെയും കൊണ്ടുപോയി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. പകുതി വില എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കേട്ട, അങ്ങനെ നമുക്ക് കിട്ടാനുള്ള ഒരു വസ്തുവിന് പകുതി വില കൊടുത്താൽ നമുക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ അതിന്റെ പിന്നാലെ പോയി അതിന് പണം ഇടുകയാണ്. എത്ര പണം മുടക്കാനും ആളുകൾ തയ്യാറാണ്. അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ, നിങ്ങൾ പണമിറക്കുമ്പോ നിങ്ങൾ കടം കൊടുക്കും. ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നിങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ യുളാഇഫുഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കത് ഇരട്ടിപ്പിച്ചു തരും. അതാണ് ഒരു ഗുണം. വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എടുത്ത് ചെലവഴിക്കുമ്പോൾ, റമദാനിൽ ധാരാളമായി ചെലവഴിച്ചവരാണ് വിശ്വാസികൾ. ഒരുപാട് അളവും കണക്കില്ലാതെ ചെലവഴിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും. എല്ലാവർക്കും കൊടുത്തവർ, വന്നു ചോദിച്ചവരെ ഒരാളെയും മുടക്കി വിടാത്തവർ, എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നിൽ വന്നോ അതൊക്കെ കഴിവിന്റെ പരമാവധി പരിഗണിച്ചവരാണ് നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ വലത് കൈയിലാണ് ദാനധർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ വലത് കൈയിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അവനാണ് പിന്നെ അതിനെ വളർത്തുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് വസ്വദഖ തുത്ഫിഉൽ ഖതീഅ, എല്ലാ പാപങ്ങളെയും, നമ്മൾ ചെയ്ത തെറ്റുകളെ കെടുത്തിക്കളയും, തിന്മകളെ സ്വതക്ക കെടുത്തിക്കളയും. കമാ യുത്ഫിഉൽ മാഉൻ നാറ, വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകുന്നത് പോലെ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, നമ്മൾ സ്വതക്ക ചെയ്യുമ്പോ തിന്മകൾ കെട്ടുപോകും, അണഞ്ഞുപോകും. നിങ്ങൾ വെള്ളമൊഴിച്ചാൽ തീ അണഞ്ഞു പോകുന്നത് പോലെ, ഇല്ലാതായി പോകുന്നത് പോലെ, കെട്ടുപോകുന്നത് പോലെ നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോ തിന്മകൾ ഇല്ലാതായി പോകും. അദി ഇബ്നു ഹാത്തിം ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും അഹദുൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവനോട് നേർക്ക് നേരെ സംസാരിക്കാതെ ഒരാൾ പരലോകത്തുണ്ടാവില്ല. എല്ലാവരും അള്ളാഹിനോട് വർത്താനം പറയും. എല്ലാവരും റബ്ബുമായി നാളെ പരലോകത്ത് സംസാരിക്കും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, അള്ളാഹുവിനും നമുക്കുമിടയിൽ പരിഭാഷപ്പെടുത്താൻ ഒരാളില്ലാതെ റബ്ബിനോട് നമ്മൾ നേർക്ക് നേരെ
സംസാരിക്കും. ഫയൻദുറു അയ്മന മിൻഹു, വലതുഭാഗത്തേക്ക് ആ സമയത്ത് അവൻ നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി, അവൻ ചെയ്ത കർമ്മങ്ങളാണ് അവന്റെ വലതുഭാഗത്തുണ്ടാവുക. വയൻദുറു അശ്അമ മിൻഹു, അവൻ അവന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അവൻ ചെയ്ത കർമ്മങ്ങളാണ് ഉണ്ടാവുക. അള്ളാഹുവിനോട് കണക്ക് പറയാൻ വേണ്ടി, ജീവിതത്തെക്കുറിച്ച് റബ്ബിനോട് കണക്ക് പറയാൻ വേണ്ടി നേരിട്ട് അള്ളഹാനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളേ നമ്മളുണ്ടാവുള്ളൂ. ഇടയിൽ പരിഭാഷപ്പെടുത്താൻ ആളുണ്ടാവില്ല. അള്ള നമ്മളോട് ചോദിക്കും, നമ്മൾ അള്ളഹാനോട് മറുപടി പറയും. ആ സമയത്ത് നമ്മുടെ വലതുഭാഗത്തുണ്ടാകുക നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ ഇടതുഭാഗത്തുണ്ടാകുക നമ്മുടെ കർമ്മങ്ങളാണ്. വയൻദുറു ബൈന യദൈഹി ഫലാ യറാ ഇല്ലന്നാർ, നേരെ മുമ്പിലേക്ക് അവൻ നോക്കുമ്പോ നരകല്ലാതെ വേറൊന്നും അവിടെ കാണാനും കഴിയില്ല. ഫത്തഖുന്നാറ, എന്നിട്ട് റസൂൽ പറയാണ്, ഫത്തഖുന്നാറ, നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കുക. വലൗ ബിശ്ശിഖി തംറ, കാരക്കയുടെ ചീളെടുത്ത് ദാനം ചെയ്യുക എന്ന നന്മയാണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അത്ര ചെറിയൊരു സദക്കയാണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? ഒരുപാട് അളവുണ്ടായാലാണ് സ്വതക്ക. കുറേ പണം ഉണ്ടാകുമ്പോ ചെയ്യേണ്ട നന്മയാണ് ദാനധർമ്മം. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ആരാ ദാനധർമ്മം ചെയ്യേണ്ടത്? നാട്ടിലെ എണ്ണപ്പെട്ട സമ്പന്നർ മാത്രം ചെയ്യേണ്ടുന്ന ഒരു പുണ്യമാണ് സ്വതക്ക. അങ്ങനെ നമ്മൾ കരുതരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു കാരക്കച്ചുകളിന്റെ ദാനം ചെയ്യാനുള്ള സാധ്യതയാണോ നിങ്ങളുടെ മുമ്പിലുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഒരു കാരക്കച്ചീള് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് രണ്ടാമതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒറ്റ കാരക്കുള്ളൂ, അത് മുറിച്ചിട്ട് അതിന്റെ കഷ്ണങ്ങളാണോ നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുക? അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് എത്ര കുറവാണെങ്കിലും അതൊന്ന് കൊടുത്തു പഠിക്കണം എന്നാണ്. അയാൾ കൊടുക്കുന്നു ഇയാൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഫളില് കിട്ടിയ വലിയ സമ്പന്നരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൊടുക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ ഇതിന്ന് എന്ത് കൊടുക്കാനാണ്? അങ്ങനെയാണ് സ്വതക്ക കൊടുക്കാതിരിക്കുമ്പോ നമ്മൾ നമ്മളെ ആശ്വസിപ്പിക്കാറുള്ളത്, നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുള്ളത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹിനോട് നേരിട്ട് പോയി വർത്താനം പറയേണ്ടി വരും. ജീവിതത്തെക്കുറിച്ച് പടച്ചവനോട് നേരിട്ട് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒക്കെ എന്താണോ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ അതാണ് നമുക്ക് കാണാൻ കഴിയുക. നേരെ മുമ്പിൽ നരകാണ് ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. വലൗ ബിശ്ശിഖി തംറ, കാരക്കയെ ഉള്ളൊരു കാരക്കയെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ ഒരു കഷ്ണമാണോ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുക? അത് കൊടുത്തിട്ടാണെങ്കിലും ഫത്തഖുന്നാർ, നിങ്ങൾ ആ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീകളോട് പ്രത്യേകം റസൂൽ പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, അല്ലയോ സഹോദരിമാരെ, തസദ്ദഖ്ന, നിങ്ങൾ എന്തായാലും സ്വതക്ക ചെയ്യണം. സ്വതക്കയുടെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഫഇന്നി ഉരീതുകുന്ന, ഞാൻ നിങ്ങളെ കാണുകയുണ്ടായി, അക്തറ അഹ്ലിന്നാർ, നരകക്കാരിൽ കൂടുതൽ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് എന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് നരകത്തെ തടയാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ധാരാളമായി സ്വതക്ക ചെയ്യണേ എന്ന് സ്ത്രീകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വേറൊരു റിപ്പോർട്ടിൽ തസദ്ദഖ്ന, നിങ്ങൾ സ്വതക്ക ചെയ്യണം സ്ത്രീകളെ. ഫഇന്ന അക്തറകുന്ന, നിങ്ങളിൽ അധിക പേരും ഹത്തബു ജഹന്നം, നരകത്തിന്റെ വറകായി മാറുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി സ്വതക്ക ചെയ്യണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വതക്ക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വആമുറുക്കും അൻ തദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അഞ്ചാമത് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത് അതാണ്. ഒന്നാമത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ്. രണ്ടാമത് പറഞ്ഞത് നമസ്കാരമാണ്. മൂന്നാമത് പറഞ്ഞത് നോമ്പാണ്. നാലാമത് പറഞ്ഞത് സ്വതക്കയാണ്. അഞ്ചാമത് പറഞ്ഞത് ദിക്റുല്ലാഹ്, ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം. ശത്രു പിന്നാലെ വന്ന അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഓടിപ്പോയി ഒരു കോട്ടക്കകത്ത് രക്ഷ തേടുന്നത് പോലെ യഹ്യ അലൈഹിസ്സലാം ദിക്ർ ചൊല്ലുന്ന വിശ്വാസിയെ അങ്ങനെയാണ് ഉപമിച്ചത്. അയാളെ പിന്നാലെ
അയാൾ ആക്രമിക്കാനും കൊന്നുകളയാനും പിന്നാലെ ശത്രു കൂടി അയാൾ ഓടിപ്പോയി ശത്രുവിന് കയറി വരാൻ കഴിയാത്തൊരു വലിയ കോട്ടക്കകത്ത് അയാൾ അഭയം തേടി. ഇതുപോലെയാണ് ദിക്ർ ചൊല്ലുന്നവൻ. നിങ്ങൾ അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും നശിപ്പിക്കാനും തെറ്റിപ്പിച്ചു കളയാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും നരകാവകാശിയാക്കാനുമൊക്കെ പിശാച് നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ സുരക്ഷിതമായ കോട്ടയാണ് ദിക്റുള്ള. നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക. അത് തീർച്ചയായും നിങ്ങൾക്ക് സംരക്ഷണം നൽകും. എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നതിൽ നിന്നും അള്ളാഹു അതിലൂടെ നിങ്ങൾക്ക് സുരക്ഷ നൽകും. യാ അയ്യുഹല്ലദീന ആമനു, പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ കാണാം 41-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അൻ ജാബിർ ബിൻ അബ്ദില്ല, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഇദാ ദഖല അർ-റജുലു ബൈതഹു, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫദക്കറല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും ദിക്റുകൾ ഉച്ചരിച്ചുകൊണ്ടുമാണ് ആ വീട്ടിലേക്ക് അയാൾ കയറിയതെങ്കിൽ ഇൻദ ദുഹൂലിഹി വഇൻദ തുആമിഹി ഖാല ശൈത്താൻ, വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴൊക്കെ ആ സമയങ്ങളിൽ പറയേണ്ടുന്ന ചൊല്ലേണ്ടുന്ന ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കടക്കുന്നതും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതുമെങ്കിൽ ഖാല ശൈത്വാൻ ലാ മബീത ലക്കും വലാ ഗശാ, നിങ്ങൾക്കിന്ന് ഈ വീട്ടിൽ രാപ്പാർക്കാനും കഴിയില്ല, നിങ്ങൾക്ക് ഈ വീട്ടിൽ ഭക്ഷണമില്ല എന്ന് പിശാച് തന്റെ കൂട്ടുകാരോട് പറയും. വീട്ടിന്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോ ദിക്റുകൾ ചൊല്ലിക്കേറിയാൽ പിന്നെ ആ വീട്ടിലേക്ക് പിശാച് വരില്ല. ഭക്ഷണം കഴിക്കുമ്പോ ദിക്റുകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ബാക്കിയോ അംശമോ പ്രതീക്ഷിച്ച് പിന്നെ പിശാച് അവിടെ ഉണ്ടാവുകയില്ല. വൈദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ദിക്റുകളൊന്നും ചൊല്ലാതെയാണ് വീട്ടിലേക്ക് കടക്കുന്നതെങ്കിൽ കാല ശൈത്താൻ, പിശാച് പറയും, അദ്റക്തുമുൽ മബീദ്, ഇന്ന് നിങ്ങൾക്ക് രാപ്പാർക്കാനുള്ള സ്ഥലം റെഡിയാണ് എന്ന് തന്റെ ഒപ്പമുള്ളവരോട് പിശാച് പറയും. വൈദാലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ ഖാല അദ്റക്തുമുൽ മബീത വൽ ഗശാ, നിങ്ങൾക്കിന്ന് രാത്രി പാർക്കാനുള്ള സ്ഥലവും കിട്ടി, ഫുഡുമായി ഭക്ഷണമായി ഫുഡും അക്കോമഡേഷനും റെഡിയാണ് എന്ന് പറയും. തന്റെ കൂടെയുള്ളവരോട് പിശാച് പറയും. ദിക്റുകൾ എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. പൈശാചികമായ ദുർബോധനങ്ങൾ വരാതിരിക്കാൻ, പിശാച് നമ്മുടെ മനസ്സിനെ തെറ്റിച്ചു കൊണ്ടുപോകാതിരിക്കാൻ, നമ്മുടെ തിന്മയിലേക്ക് വിട്ടുപോകാതിരിക്കാൻ നമുക്കും നമ്മുടെ വീടിനും ഒക്കെയുള്ള സംരക്ഷണമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി എപ്പോഴും നിങ്ങൾ ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ഈ 5 കാര്യങ്ങളാണ് യഹ്യ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ അന്നത്തെ കാലത്ത് വിശ്വാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടി യഹ്യ അലൈഹിസ്സലാം എന്നോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം ഈ രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോടുകൂടെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയും പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കാണിക്കുക, സൂക്ഷ്മത കാണിക്കുക, അള്ളാഹു അവനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹ്യ അലൈഹി ഇസ്ലാമയുടെ ജനനത്തെക്കുറിച്ച് ഇവിടെ പറയുമ്പോ ബശ്ശർനാക, താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. ഓരോ ജനനവും ഓരോ മക്കളും നമുക്ക് അള്ളാഹു നൽകുന്ന സന്തോഷങ്ങളാണ്. ആ സന്തോഷങ്ങൾ ദുനിയാവിലും പരലോകത്തും അള്ളാഹു മക്കളിൽ നിന്നുള്ള അനുഗ്രഹങ്ങളായി സന്തോഷങ്ങളായി എല്ലാ കാലങ്ങളിലും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളും തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളോടൊപ്പം, നമ്മുടെ കുടുംബങ്ങളോടൊപ്പം, നമ്മുടെ ബന്ധുക്കളോടൊപ്പം പരസ്പരം നല്ല മനസ്സോടെ
സാഹോദര്യ ബോധത്തോടെ, സഹായ മനസ്ഥിതിയോടുകൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധങ്ങളോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما.